ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ് പൊട്ടാറ്റോയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ ചെറിയൊരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടാറ്റോ നമുക്കൊന്ന് വേവിച്ചെടുക്കാനാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള 3 പൊട്ടാറ്റോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 80% നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് വേണം നമുക്ക് മാറ്റാനായിട്ട്. കാരണം ഇത് നമുക്ക് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മളിത് എല്ലാം ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഒപ്പിയെടുക്കാം. വേറൊരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോക്കിയെടുക്കാം. ശേഷം ഇതാ നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമുക്കിതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാൻ അങ്ങനെ തന്നെ 2 എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറാണ്. അത് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതന്നെ നല്ല സ്പൈസി ഉണ്ട്. പിന്നെ 1 ടീസ്പൂണ് ചാറ്റ് മസാല, ഒരു പിഞ്ച് ഒരഗാനോ കുറച്ച് മതി. പിന്നെ ഗാർലിക് പൗഡർ 1 ടീസ്പൂൺ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് നമ്മുടെ പൊട്ടാറ്റോൻ്റെ എല്ലാ സൈഡിലേക്കും നമ്മുടെ ഈ മസാല എത്തണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് മൈദ മാത്രം മതി. അപ്പോൾ അത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ പൊട്ടാറ്റോയിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവും. 10 മിനിറ്റിന് ശേഷം നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഒന്നായിട്ട് അതിലേക്ക് നമ്മൾ സ്പൂണൊന്നും ഉപയോഗിച്ച് ഇട്ട് കൊടുക്കരുത്. ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യണ മാതിരി ചെയ്തെടുക്കണം. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അധികം ഓയിലൊന്നും ചിലവാവില്ല ഇങ്ങനെ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ നമ്മുടെ പൊട്ടാറ്റോ വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാവുന്നതുമാണ്. കൂടുതൽ ടൈമൊന്നും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് 2 പ്രാവശ്യം മറിച്ചിട്ടിട്ടുള്ളൂ. അതിന് ശേഷം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ എഗ് പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. നമുക്ക് കുട്ടികൾക്കും ഇനി ഈവനിങ്ങിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മസാലകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ എഗ് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.